ഹലോ നമസ്കാരം. ലത സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊന്ന് നോക്കിയാലോ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയിൽ നമ്മൾ ഹരീഷും സുധീഷും കൂടി നമ്മുടെ എന്താ പറയുക സുഭാഷിനൊരു ജാതകം എഴുതിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ആ വരുന്ന പെണ്ണിൻ്റെ ഫാമിലിക്ക് ജാതകം നോക്കി ഉറച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പോൾ നോക്കുമ്പോൾ സുഭാഷിന് ജാതകം ഇല്ല എന്നാണ് ആദ്യം ഭാസ്കരൻ പറയുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ജാതകം എഴുതിക്കാന്ന് പറയുന്നത് പണിക്കരെ ഭീഷണിപ്പെടുത്തുക. സുധീഷ് പോയിട്ടുണ്ട്, നല്ലൊരു ജാതകം വേണം, ഏതൊരു ജാതകത്തിനോട് വെച്ചാലും അതിൽ 10ൽ 10 പൊരുത്തം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറയും നിങ്ങൾ ഈ സമയം തരാത്തത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് കാര്യങ്ങൾ പറയും, ഇങ്ങനെ ഒരു ആലോചന വന്നതാണ്, ഞങ്ങൾ ഏട്ടൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഏട്ടന് ജാതകമല്ല, നിങ്ങൾ അതിന് ചേർന്നൊരു ജാതകം എഴുതി തരുമെന്ന് പറയുക, മര്യാദയ്ക്ക് സംസാരിക്കാൻ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവർക്ക് ഇതിലൊന്നും വലിയൊരു വിവരമില്ലാത്ത ആൾക്കാരാണ്, ഇവർക്കൊരു ജാതകം കിട്ടിയാൽ മതി പറഞ്ഞിട്ട് ഇയാളൊരു ജാതകം എഴുതി കൊടുക്കുന്നുണ്ട്. അവസാനം സുധീഷ് അപ്പം വലിയ ആൾ കളിക്കുക, ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ജാതകം കിട്ടിയെന്നുള്ളൊരു രീതിയിലാണ് സുധീഷ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ജാതകം എഴുതും. ജാതകം എഴുതിയിട്ട് എത്ര പൈസ ചോദിക്കുന്നത്? 2000 രൂപ. അപ്പോൾ 2000 രൂപയോ ജാതകം എഴുതാനോ? അങ്ങനെയാണെങ്കിൽ കുറേ സമ്പാദിച്ചിട്ടുണ്ടാവല്ലോ എന്ന് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി മക്കളെ എന്ന് പറയാണ്. അങ്ങനെ 2000 രൂപ കൊടുത്തിട്ട് ഈ ജാതകം കൊണ്ട് വരുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളൊക്കെ അങ്ങനെ അടിക്കലും, നമ്മളെ നിധി അടിക്കണു, ഒരു ഭാഗത്ത് ഒതുക്കണു, മറ്റേ എന്താണ് ഹരീഷ് ഹരീഷല്ല നിക്കേഷ് ഇത് അടിക്കണു, എന്താണ് എയർ ഫ്രഷ്നർ അടിക്കണു ആകെ. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ഫസ്റ്റ് ഇങ്ങോട്ട് വരികയാണ്, വീട് കാണണം, അവർക്ക് വീടിരിക്കുന്ന വാസ്തു പ്രകാരമുള്ള കാര്യങ്ങൾ കാണണം, അതുപോലെ പെണ്ണിൻ്റെ ജാതകം ഈ ചെറുക്കൻ്റെ ജാതകമായിട്ട് ചേരുന്നുണ്ടോ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ സുഭാഷ് വരണം, ഇനിയിപ്പോൾ സുഭാഷിനെ കൊണ്ടുവരണം. അപ്പോൾ സുധീഷും പിന്നെ നികേഷും നിധിയും കൂടി വീടൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഫുഡൊക്കെ വയ്ക്കുമ്പോൾ ഫുഡൊക്കെ റെഡിയാണ്, എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അവർ. ഇനി പെൺകൂട്ടരും വന്നാൽ മതി. അപ്പോഴേക്കും സുഭാഷിനെയും കൊണ്ടുവരണം. സുഭാഷിനോട് പക്ഷേ ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സുഭാഷിനോട് പറയാതെ ഹരീഷ് പോയി കൂട്ടിയിട്ട് വരികയാണ്. അപ്പോൾ പറയും സുഭാഷ് ചേട്ടൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങനെ അലർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം, ഇവിടെ ആർക്കും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ആ പാവം സൈറ്റിൽ നിന്ന് ഓടി വരിക. അവിടെയാണെങ്കിൽ പിടിപ്പത് പണിയുണ്ട്. അപ്പോൾ സൈറ്റിൽ നിന്ന് ഓടി വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ ആർക്കെങ്കിലും എന്ന് നോക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താ പ്രശ്നം, ഇങ്ങനെ ആണെങ്കിൽ ചുറ്റും നോക്കും, വീടൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു, ഫ്രഷ്നറൊക്കെ അടിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് വീട്, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് ഇയാൾ ചോദിക്കുകയാണ് സുഭാഷ്. അപ്പോൾ പറയും സുഭാഷ് ചേട്ടാ അതെ സുഭാഷ് ചേട്ടൻ്റെ ഒരു പെണ്ണ് കാണലാണ്. പെണ്ണ് കാണലോ? എനിക്കൊന്നും വേണ്ട എന്നറിയാം. പറയുന്നത് കേൾക്ക് സുഭാഷ് ചേട്ടാ, അവർ പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പിന്നെ എന്താണ് ജാതകം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ജാതകമൊക്കെ റെഡിയാണ്. അപ്പോൾ പിന്നെ സുഭാഷ് ചേട്ടനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി പെണ്ണ് കാണാം, പെണ്ണ് വരുന്നില്ല. അപ്പോൾ ആദ്യം അവർ വീടും പരിസരവും പിന്നെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വരികയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ മനസ്സോടെ നിൽക്കുക, പറയുക എന്നാൽ ആദ്യം പോയി സുഭാഷ് ചേട്ടൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പറയും. അതൊന്നും വേണ്ടാന്ന് പറയും. നികേഷ് പറയാം എല്ലായിടത്തും പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞാനാണ് സുഭാഷ് ചേട്ടനെ ഒരുക്കുന്നത്, അത് എൻ്റെ മാത്രം അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സുഭാഷ് പക്ഷെ മടിച്ചിരിക്കട്ടെ. കാരണം അയാൾക്ക് ഈ മാതിരി കോമാളിത്തരങ്ങൾക്കൊന്നും പോയി വയ്യാണ്ടേക്കാണ്ട് കുറേ പെണ്ണ് പോയി കാണുന്നുണ്ട്, ഒന്നും സെറ്റാവുന്നില്ല. അപ്പോൾ നികേഷ് അങ്ങനെ പിടിച്ച് വലിച്ചു, സുഭാഷ് ചേട്ടാ അതെൻ്റെ അവകാശമാണ് സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടനെ ഞാൻ ഒരുക്കാം എന്ന് പറഞ്ഞിങ്ങനെ കുഞ്ഞു പിള്ളേർ വാശി പിടിക്കും പോലെ വാശി പിടിച്ച പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുകയാണ് സുഭാഷ്. അങ്ങനെ സുഭാഷിനെ ഒരുക്കാൻ വേണ്ടി നികേഷ് പോവുകയാണ്. അപ്പോഴേക്കും കാണാം നമ്മുടെ ഭാസ്കരൻ സൈക്കിളിൻ്റെ മുകളിൽ പാട്ടും പാടി ഇങ്ങനെ വരുന്നു. അപ്പോൾ വരുന്നുണ്ട് കറക്റ്റ് സമയത്ത്, എന്തായാലും എത്തി എന്നറിയണം. അപ്പോൾ അയാളിങ്ങനെ നോക്കുന്നുണ്ട്, അകത്തേക്ക് കയറി വരുമ്പോൾ എന്താടാ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പുള്ളി കയറി വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നല്ലോ ഇവിടെ. അപ്പോൾ നിധിയും എനിക്ക് സുധീഷും ഹരീഷും കൂടെ നിൽക്കണം. അപ്പോൾ പറയും ഇന്ന് സുഭാഷ് ചേട്ടനെ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറയും. പെണ്ണ് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന്, കാണാൻ വേണ്ടി വരും. സാധാരണ അങ്ങനെയല്ലല്ലോ, നമ്മളവിടെ പോയി കാണില്ലേ ചെയ്യുക, എന്നിട്ട് അവിടെ പോയിട്ടില്ല പരിപാടി ഞാൻ കുടിച്ചിങ്ങോട്ട് പോരുന്നതെന്ന് പറയുമ്പോൾ ഇയാളെ കൊണ്ട് എന്ന് പറയും സുധീഷ്. അതല്ല, ആദ്യം അവർ ഈ മറ്റേ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആദ്യം ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അവിടുത്തെ ഏർപ്പാടാ എന്ന് ചോദിക്കുകയാണ് ഭാസ്കരൻ. അപ്പോൾ പറയും നിങ്ങളൊന്നും ഇവിടെ നിൽക്കുമോ, സാധാരണ നിങ്ങളാണ് ഇതെല്ലാം വേണ്ടി ചെയ്യുന്നത്, ഇത് ഒരു കാര്യത്തിനിട്ട് നിൽക്കില്ല എന്നാൽ നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിൽക്കുക അതും ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കുമ്പോൾ
നിധി അറിയാൻ മിണ്ടാണ്ടിരിക്കും, ഞാൻ സംസാരിക്കാനും. അച്ഛാ, ഇന്ന് സുഭാഷ് ചേട്ടൻ്റെ ആ പെൺവീട്ടുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ ഈ വീടും കാര്യങ്ങളും ജാതകം ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ജാതകം ഒന്ന് ചോദിക്കുന്നുണ്ട്. ആ ജാതകമൊക്കെ നോക്കണം. അപ്പോൾ അച്ഛൻ ഇവിടെ നിൽക്കണം, അച്ഛനാണ് ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അച്ഛൻ ഇവിടെ കൂടെ നിൽക്കണം. അതിന് അച്ഛൻ സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ, ഓ സമയം ഉണ്ടാവും, ഞാൻ നിന്നോളാം എന്നിങ്ങനെ താഴ്മയോടുകൂടി പറയുകയാണ്. അന്ന് അച്ഛൻ ഇവിടെ ഇരിക്കണം എന്നറിയാണ് അവൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ സുധീഷറും കണ്ടോ, അവൾ പറഞ്ഞപ്പോൾ കേട്ടു. അപ്പോൾ ആരെങ്കിലും ഒരാളെ പേടി വേണ്ടേ, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മളെ സുഭാഷ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല മുടിയൊക്കെ ഭംഗിയിൽ ചീകി വെച്ച് വരുമ്പോൾ അടിപൊളി സൂപ്പറായിട്ടുണ്ട് എന്ന് അറിയാൻ കേട്ടോ. നന്നായിട്ടുണ്ട് ഏട്ടാ, ഏട്ടൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസേരയെ പിടിച്ച് ഇരുത്തുന്നുണ്ട് അനിയന്മാരൊക്കെ കൂടെ. അപ്പോഴേക്കും പെൺവീട്ടുകാരൊരു കാറിൽ വരുന്നുണ്ട്. മുന്നിൽ നമ്മുടെ ബ്രോക്കറും വരുന്നുണ്ട്. ബ്രോക്കറാണ് കൊണ്ടുവരുന്നത് ഈ പ്രപ്പോസൽ. അപ്പോൾ ഭാസ്കരൻ ഉമ്മർ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്, എല്ലാവരും നിൽക്കും. അപ്പോൾ സുഭാഷ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ സുഭാഷിനെ പിടിച്ച് കസാരയിൽ തന്നെ ഇരിക്കും. ഏട്ടൻ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വരാൻ എന്നിട്ട് ഇവർ 4 പേരും കൂടെ പോയി നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കാറ് വന്ന് നിന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടും കാറിൽ നിന്ന് ഇവർ ഇറങ്ങുന്നത് കാണാനില്ല. അപ്പോൾ ഇവർ പരസ്പരം ചോദിക്കും, ഇതെന്താ കാറിൽ നിന്ന് ഇറങ്ങാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രോക്കറും അവിടെ തന്നെ സ്കൂട്ടറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവർ കാറിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് നോക്കിയിട്ടുണ്ട് ഭാസ്കരൻ. അപ്പോൾ സുധീഷ് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ സുധീഷ് വേഗം കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടുമ്പോൾ അവർ ഗ്ലാസ് താത്തും. അപ്പോൾ എന്താ കാറിൽ നിന്ന് ഇറങ്ങലിരിക്കുമ്പോൾ, ഇല്ല 4 മണി കഴിയട്ടെ, 4 മണി കഴിഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ, ശുഭകാര്യം അപ്പോഴാണ് എന്ന് പറയാം. അപ്പോൾ ശരി എന്ന് പറയും. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് മറ്റേ എന്താ പറയുക, ഈ ബ്രോക്കറുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, എന്താ അവരിങ്ങനെ വയ്ക്കുമ്പോൾ, അവർക്ക് എല്ലാത്തിനും രാഹുകാലം നോക്കണം, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാനും അതിനും ഇതിനൊക്കെ അവർക്ക് രാഹു നോക്കുന്ന ആൾക്കാരെ നോക്കിക്കോട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ ജാതകം ഒത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കാവുന്ന കാര്യമില്ലേക്കും. അപ്പോൾ സുധീഷിനൊരു നീരസം പോലെ തോന്നുകയാണ്. ഇതിന് എല്ലാത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങാനൊരു നേരം, കാറിൽ നിന്ന് ഇറങ്ങാനൊരു നേരം, വീട്ടിൽ കയറാനൊരു നേരം എന്നൊക്കെ പറയുമ്പോൾ സുധീഷിനൊരു നീരസം തോന്നുന്നു. എന്നിട്ട് സുധീഷ് തിരിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലുമ്പോൾ നിധി ചോദിക്കുക, എന്താ അവർ ഇറങ്ങാത്ത ചോദിക്കുമ്പോൾ, അവർക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ ഒരു സമയമുണ്ട്, അത്ര 4 മണി കഴിയണമെന്ന്. അപ്പോൾ പറയും, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കണം. കാരണം എല്ലാവർക്കും എന്തോ ഒരു ഇത് ഒക്കെ, എല്ലാത്തിനും ഈ ജാതകവും സമയം നോക്കുമ്പോൾ അത് ആർക്കാരും ഒരു നീരസം തോന്നുമല്ലോ. അപ്പോൾ അവർ ശരി 4 മണിയാവട്ടെ, ഇതെന്താ എല്ലാവരും. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുക. അപ്പോൾ സുഭാഷും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്താടാ ഇവർ വരാത്തതെന്നുള്ളതിൽ. അങ്ങനെ ഭാസ്കരൻ ചോദിക്കും, ഇതെന്തത് നിങ്ങൾ, കാരണം അവർക്ക് തന്നെ ഒരു മുഷിഫ് തോന്നുകയാണ് ഇവരെ ഈ മറ്റേ ഈ ടീമിനല്ല നമ്മുടെ ആൾക്കാർക്ക്, ഭാസ്കരൻ്റെ മക്കൾക്കൊക്കെ. അത് കഴിഞ്ഞ് 4 മണി, ഇപ്പോൾ ഹരീഷ് 4 മണി ആയല്ലോ എന്ന് പറയും. അപ്പോൾ ഈ കാറിലിരിക്കുന്ന പെണ്ണിൻ്റെ അച്ഛൻ സമയം നോക്കുമ്പോൾ 4 മണിയായി എന്നറിയാം. അങ്ങനെ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടെ കയറി അകത്തേക്ക് കയറി വരുന്നുണ്ട്. എല്ലാവരും കൂടെ അന്വേഷിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ സുഭാഷിൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ബ്രോക്കർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ അപ്പുറത്ത് ഇവർ അച്ഛനും അമ്മയും പിന്നെ അമ്മാവനോ ഒരാളും ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് പണിക്കർ ഇരിക്കുന്നുണ്ട്, പണിക്കരപ്പുറത്ത് ഭാസ്കർ ഇരിക്കുന്നുണ്ട്. ഒക്കെ പിള്ളേരൊക്കെ അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് വാസ്തുപ്രകാരം വീട് നല്ല ഇതൊക്കെ തന്നെ, നല്ല കാര്യങ്ങളൊക്കെ. പണിക്കരാണ് കൂടെ, കാരണം ഈ പണിക്കർ ഈ പലകയും പിടിച്ച് ഇവരെ കൂടെ നടക്കുകയാണ്. ഈ പെണ്ണിന് കുറേ ആലോചനകൾ വന്നു, അതൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ മനപ്പൊരുത്തം മാത്രം പോരല്ലോ, ജാതകപ്പൊരുത്തം ഒക്കെ വേണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ അഥവാ ജാതകം വശാൽ ഇത് ശരിയാവുകയാണെങ്കിൽ മാത്രം മതിയല്ലോ പെണ്ണിനെ വന്ന് കാണുക. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം വന്ന് കാണാമെന്ന് വിചാരിച്ചത്, അത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അപ്പോൾ നിധി പറയും, നിങ്ങളിന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ ജാതകം ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പറയുമ്പോൾ, അത് പറ്റില്ല, വീടും പരിസരമൊക്കെ ഒന്ന് കാണണ്ടേ, പഴയ വീടാണെങ്കിലും വാസ്തുപ്രകാരം നല്ല ഇതിൽ തന്നെയാണ് വീട് ഇരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് പണിക്കർ. അപ്പോൾ ജാതകം ഉണ്ടോ, ഈ ജാതകം. അപ്പോൾ സുഭാഷിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട, അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട. അപ്പോൾ നിധി പറയും, ഞാനെന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. അത് വരട്ടെ മോളെ, കുടിക്കാൻ എടുക്കാൻ വരട്ടെ എന്ന് പറയുകയാണ്. കാരണം ഇനിയിപ്പോൾ ജാതകം ഒക്കാണ്ട് ഇനിയിപ്പോൾ കുടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരിക്കാം, കുടിക്കാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ജാതകം ഉണ്ട് എന്ന് പറയും. അങ്ങനെ സുധീഷ് പോയിട്ട് അവരെഴുതിച്ച് കൊണ്ടുവന്ന ജാതകം ഈ പണിക്കരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഈ പണിക്കരുടെ പേരെന്താ പറയുന്നത്, പത്തനാപുരം ബാലൻ പണിക്കരോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ പറയും, ഈ ജാതകം നോക്കിയിട്ട് ഇത് പുതിയ ജാതകമാണോ എന്ന് നോക്കുമ്പോൾ അതെ, പഴയ ജാതകം കാണാനില്ല, അപ്പോൾ പുതിയത് ഇപ്പോൾ ഇവിടെ എഴുതിച്ചതാണ് അറിയാം. അപ്പോൾ പറയാം, അയ്യോ ഇതിൽ ഒന്നും ശരിയല്ല, ഈ ജാതകമായിട്ട് ഒരു മാച്ചും ഇല്ല, ഈ ജാതകം എന്നല്ല ഒരു ജാതകമായിട്ട് ഇത് മാച്ചല്ല, ഇത് എന്തൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് ആരത് എഴുതിയത് വയ്ക്കുമ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പണിക്കരാണെന്ന് പറയാം. അപ്പോൾ പറയാം, അയ്യോ ഇത് ശരിയല്ല കേട്ടോ, ഈ ജാതകമേ ശരിയല്ല എന്ന് പറയാം.
അപ്പോൾ അടുത്ത വഴിക്ക് ഭാസ്കരൻ പറയും, നിങ്ങൾ ഏതൊരു ജ്യോതിഷിയുടെ പറയുന്നുണ്ട്, ഇവരെ ഫേമസ് ആസ്ട്രോളജർ ആയിരുന്നു അയാൾ എഴുതിയതാണ് ഇവൻ്റെ ജാതകം എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ അറിയും എന്ന് പറയുകയാണ്. അപ്പോൾ അയാളിപ്പോൾ എല്ലാ ആളും മരിച്ചു. അന്ന് ഇവൻ്റെ ജാതകം എഴുതിയത് അന്ന് ജാതകം എഴുതാൻ 100 രൂപയായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇവരന്ന് അത്രയും റിച്ച് ആയിരുന്നു, കാരണം ഇവർക്ക് സ്വന്തം ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ കേസിൽ പോയിട്ടൊക്കെ പോയതാണ്. അപ്പോൾ പറയും അവൻ്റെ ജാതകം എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങനെ ജാതകം എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ജാതകം എടുത്തിട്ട് ഇയാൾ കുറേ പെട്ടിയൊക്കെ തപ്പിക്കറിഞ്ഞ് ഒരു ജാതകം കൊണ്ട് വരുന്നുണ്ട്, അത് കൊടുക്കും. അത് കൊടുത്തിട്ട് നോക്കാൻ പറയും. അപ്പോൾ പറയും ഇവൻ്റെ ജാതകം ആണിത് അറിയും. അപ്പോൾ ഇവർ കുട്ടികൾ പരസ്പരം പറയും ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ഇല്ലയെന്നാണല്ലോ പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു ജാതകം കിട്ടി, അങ്ങനെ നിധി ചോദിക്കും, ഇപ്പോൾ അവിടെ നിന്നപ്പോൾ ഈ ഒരു ജാതകം കിട്ടിയത് എന്ന് പറയും. അതന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് അപ്പോൾ നിങ്ങൾ ചോദിച്ച സമയത്ത് എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ജാതകത്തിൻ്റെ കാര്യം പറയാം. പക്ഷേ അന്ന് പുള്ളി വെള്ളത്തിലുമായിരുന്നു കുറച്ച്, അതുകൊണ്ടാവും അത് അത്ര ഗൗരവമായിട്ട് ചിന്തിക്കാതിരുന്നത്. ഇപ്പോൾ ആ ജാതകം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജാതകം കൊടുത്തു കൊടുക്കുക. അപ്പോൾ ഈ ജാതകം എടുത്ത വഴിക്ക് പണിക്കരുടെ മുഖം മാറുകയാണ്. അപ്പോൾ പറയേ നമ്മുടെ കുട്ടിയായിട്ട് ഈ ജാതകം ചേരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കുമ്പോൾ അത് വേണ്ട, നമുക്ക് പോവാം, നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം, നമുക്ക് ഈ ജാതകം വേണ്ട, നമുക്ക് പോവാം എന്ന് പറയുകയാണ് പണിക്കർ. അപ്പോൾ പറയും അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് നോക്കുമ്പോൾ പറയും ഈ ജാതകക്കാരനുള്ള വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറയുകയാണ് പണിക്കർ. അതിലൊരു പെണ്ണുങ്ങൾ വാഴില്ലേ എന്ന് നോക്കുമ്പോൾ ഇല്ല, ഈ ജാതകക്കാരുള്ള വീട്ടിൽ ജാതകക്കാരനും ഉണ്ടാവില്ല, ആ വീട്ടിൽ പെണ്ണുങ്ങളും വാഴില്ല, അങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇവരാകെ ഷോക്കാവാണ് സുഭാഷ്. കാരണം സുഭാഷ് അതുവരെ പാവം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇവരുടെ ഈ കോമാളിത്തരങ്ങളൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ മിണ്ടാണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ആകെ സങ്കടമാവുകയാണ്. പറയും, നിങ്ങൾ എന്തായി പറയുന്നത്, ഇതെൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ സുധീഷർ, ഇതെൻ്റെ ഭാര്യയാണ്, അവൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതെനിക്കറിയില്ല, പക്ഷേ ഈ ജാതകക്കാരുള്ള വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അങ്ങോട്ട് നമുക്കിത് ശരിയാവില്ല, നമുക്ക് പോവാന്ന് പറയും. അപ്പോൾ ഈ ഭാസ്കരൻ ഈ സുഭാഷിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. വെറുതെ അല്ല എൻ്റെ ഭാര്യ പോയത്, ഇവളുള്ളത് കൊണ്ടാണ് ഇയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. പക്ഷെ പുറത്ത് പറയുന്നില്ല. പക്ഷെ അയാളെ നോട്ടം ഭാവം സുഭാഷ് ശ്രദ്ധിക്കുന്നുണ്ട്. വെറുതെ അല്ല എൻ്റെ ഭാര്യ പോയത്, കാരണം 2 ഭാര്യമാർ, ഒന്ന് ആദ്യം മരിച്ചു, രണ്ടാമത് കൂട്ടിക്കൊന്നു, അതും പോയി. അപ്പോൾ അതുകൊണ്ട് ഇവൻ കാരണമാവും എൻ്റെ ഭാര്യമാർ ഇവിടെ നിൽക്കാത്തതെന്നാണ് ആ മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഇവനത് കേൾക്കുന്ന ആകെ ഷോക്കാവാണ് കേട്ടോ. അങ്ങനെ ഈ വന്ന ടീം എന്നാൽ ശരി എന്നറിയും. അപ്പോൾ എടുത്ത വഴിക്ക് നിധി പറയും, ഇത് പറയാനായിരുന്നെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു, ജാതകം ഞങ്ങൾ അവിടെ എത്തിച്ചിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇയാൾ പിന്നെ ഇവർ വന്നവരങ്ങനെ അപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്യാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് സുഭാഷ് ഭാസ്കരൻ പറയും, നിങ്ങൾ എന്താണ് ഇവൻ അങ്ങനെ ഒരു യോഗയില്ല, കല്യാണ യോഗയില്ല, പിന്നെ നിങ്ങൾ ഇതിന് വെറുതെ ഇതാക്കാൻ നിൽക്കണോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ വെച്ചിട്ട് കുറച്ച് ഇതായി പറയുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ജാതകം എഴുതിക്കുമ്പോൾ ആദ്യം എന്തായാലും നിങ്ങളൊരു ജാതകം എഴുതിക്കാൻ കൊടുത്തു, കാശും കൊടുത്തിട്ട്, എന്നാൽ അത് വൃത്തിക്ക് മെനക്ക് ഉണ്ടാക്കണ്ട, ഇത് ഇങ്ങനെ ഒരു ഇത് എഴുതിക്കൊണ്ടിരേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഒന്നിട്ട് ചെയ്യൂല, എന്നെ കൊണ്ടിട്ട് ചെയ്യാൻ സമ്മതിക്കുമല്ലോ, ഒക്കെ ഞങ്ങൾ എന്നുള്ള ഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവുക. പക്ഷേ അയാൾ പറയുന്നതിന് ഇവരാരും ഒരു അക്ഷരം തിരിച്ച് പറയുന്നില്ല ഭാസ്കരനോട്. അങ്ങനെ അതും പറഞ്ഞ് അയാൾ അങ്ങനെയുണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സുഭാഷ് അങ്ങനെ ആകെ സങ്കടം പിടിച്ചിട്ടിരിക്കുകയാണ്. കാരണം സുഭാഷിന് അതൊരു ഷോക്കാവുകയാണ്. കാരണം അയാൾ ഇരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറഞ്ഞത് അയാൾക്ക് ശരിക്കും ഒരു ഷോക്കായി. ഈ ജാതകക്കാരനിരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറഞ്ഞത് ഇയാൾക്ക് ഭയങ്കരമായിട്ടൊരു ഷോക്കായി. അപ്പോൾ ഇയാളിങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക സുഭാഷിൻ്റെ. അങ്ങനെ സുഭാഷ് പെട്ടെന്ന് അവിടുന്ന് അപ്പോൾ പോവാണ്. അപ്പോൾ പറയും, സുഭാഷ് ഏട്ടാ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ പലരും പലതും പറയും, അതൊരു പ്രശ്നമാക്കണ്ടെന്ന് പറയും. പക്ഷേ സുഭാഷിന് അത് അത്രയ്ക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ അയാൾ അവിടുന്ന് നീച്ച് വേഗം റൂമിലേക്ക് പോരുകയാണ് കേട്ടോ. പോരുന്ന സമയത്ത് നിധി പറയും, സുഭാഷ് ചേട്ടനെ വിളിക്കേണ്ടിയിരുന്നില്ല അല്ലേ, പക്ഷെ ഇങ്ങനെ ആവും നമ്മൾ വിചാരിച്ചില്ലല്ലോ അറിയാം. അപ്പോൾ സുധീഷ് അറിയും, ഇതിപ്പോൾ നമുക്കറിയാം ഇവർ പോണടുത്ത് പണിക്കരെയും കൊണ്ട് പോകണമെന്ന് നമുക്ക് പറയുമായിരുന്നോ എന്നൊക്കെ പറയാണ്. അപ്പോൾ വെറുതെ ഓരോന്ന് പറയാൻ, അപ്പോൾ അല്ല അയാൾ വെറുതെ ഓരോന്നോണ പറയുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന് സുധീഷും പറയുന്നുണ്ട്.
അപ്പോൾ എന്തോ ഇവർക്കും ആകെ ദേഷ്യം വരിക പറഞ്ഞു ശേ അവർ വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വേണ്ടിയിരുന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കിയാൽ മതിയായിരുന്നു, ഇങ്ങനെ ജാതകവും കാര്യങ്ങളും നോക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് അവിടെ ഇരുന്ന് റൂമിലിരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ പാവം. അവൻ എന്താണ് ഉണ്ണാൻ വിളിച്ചിട്ട് ഇലട്ടിട്ട് അവിടുന്ന് കൈ പിടിച്ച് നീപ്പിച്ച് വിട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അയാളിങ്ങനെ നിധിയുടെ കാര്യം ആലോചിക്കുകയാണ്. നിധിയായിട്ടുള്ള ആ നല്ല നല്ല ഇത് ഡ്രസ്സുകൾ കൊടുക്കുന്ന നിധി അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നവർക്കും സുഭാഷിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നവർക്കും നിധി ഓഫീസിലേക്ക് ജോലിക്ക് പോകണം ഫസ്റ്റ് ഡേ പടക്കം പൊട്ടിച്ചതും ഒക്കെ അയാളിങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ എന്താ വെച്ചാൽ അവളവിടെ ഉണ്ട്, ഡിവോഴ്സ് വാങ്ങാൻ നിൽക്കുകയാണ്, ഇടയ്ക്ക് പോയിട്ട് പിണങ്ങി പോകുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നമ്മളെ സുഭാഷ്. മറ്റവർക്ക് അതിലേറെ വിഷമാവുകയാണ്. നമ്മൾ ഈ 10,000-2,000 രൂപ വാങ്ങിയിട്ട് അയാൾ കള്ളജാതകം എഴുതി തന്നു എന്നും പറഞ്ഞിട്ട് അത് അയാളെ പറ്റി പണിക്കരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവർ അയാളെ പോയി ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ ജാതകം എഴുതിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ സമയമൊന്നും നോക്കുന്നില്ല, അയാളൊരു ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയാണ് എഴുതിയാണ്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥ വരുന്നത് കേട്ടോ. നല്ല നല്ല എപ്പിസോഡ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയുള്ളൂ. സാധാരണ ശനി ഞായറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് ആക്കിയായിരിക്കും. എന്തായാലും സുഭാഷിൻ്റെ സങ്കടം വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇതായിപ്പോയി. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഇന്നത്തെ കാണുക. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ കഥയാണ്, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം, ക്ഷമിക്കുക. എങ്കിലും മാക്സിമം ഞാൻ കഥയോട് നീതി പുലർത്തിയിട്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.